മുസ്ലിം സംഘടനാ പ്രവർത്തകർ പഠിക്കേണ്ട പാഠമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഏത് കൂട്ടത്തിൽ നിങ്ങൾ പോകും? രണ്ട് സൈന്യമുണ്ട് പ്രധാനമായി. ഒന്ന് അംർ ഇബ്നുൽ ആസ് നയിക്കുന്ന സൈന്യം, മറ്റൊന്ന് ശുറഹ്ബീൽ ഇബ്നു ഹസൻ നയിക്കുന്ന സൈന്യം. ഏത് സൈന്യത്തിലാണ് നിങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ പോകുന്നത് അംർ ഇബ്നുൽ ആസിയുടെ സൈന്യത്തിലാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. കാരണം അംർ എന്റെ കുടുംബക്കാരനാണ്. പക്ഷെ ഞാൻ അതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് മതപരമായി കുറച്ചുകൂടി സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ള ശുറഹ്ബീലിനെയാണ്. അതുകൊണ്ട് ശുറഹ്ബീൽ ഇബ്നു ഹസനയുടെ സൈന്യത്തിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കണം, കുടുംബത്തെക്കാളേറെ തെരഞ്ഞെടുത്ത ദീനിനെയാണ്. അങ്ങനെ അദ്ദേഹം ശുറഹ്ബീൽ ഇബ്നു ഹസനയുടെ സൈന്യത്തിൽ ചേർന്നു. ആ സൈന്യത്തിൽ ചേർന്ന് പോകാൻ നിൽക്കുമ്പോൾ ചിലർ ചെന്ന് അദ്ദേഹത്തോട് പരാതിപ്പെട്ടു, നിങ്ങൾ എന്ത് മനുഷ്യനാ? നിങ്ങൾ ആദ്യം നേതാവാക്കി, പിന്നെ നേതാവ് അല്ലാതാക്കി, എന്നിട്ട് നിങ്ങൾ പിന്നെ സൈന്യത്തിൽ സാധാരണ പടയാളിയെ പോലെ പോകുന്നു. ഇതെന്ത് അർത്ഥമുള്ള പണിയാണ്? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പുണ്ടോ എന്ന ചോദ്യം. അതിന് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു സഈദ് പറഞ്ഞൊരു മറുപടി. അതാണ് ആൺകുട്ടികളുടെ മറുപടി, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന്റെ മറുപടി. അദ്ദേഹം ഈ ചോദ്യം ചെയ്യാൻ വന്ന ആളുകളോട് പറഞ്ഞു, മാ സറത്തനാ വിലായത്തുക്കും വലാ സാഅനാ അസ്ലുക്കും. നേതാവാക്കിയപ്പോൾ എനിക്ക് അധിക സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നല്ലേ നേതാവ് അല്ലാതാക്കുമ്പോ ദുഃഖം, എനിക്ക് രണ്ടും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ പാട്ടിന് പോകാമെന്നാണ് അതിന്റെ അർത്ഥം. വഴിതെറ്റിക്കാൻ വന്നവർക്ക് ചുട്ട മറുപടി. എന്റെ ഖലീഫയാണ് സിദ്ദീഖ് തങ്ങൾ, അവര് പറഞ്ഞാൽ ഞാൻ കേൾക്കും, എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ മൂന്ന് മനസ്സുകൾ നോക്ക് നിങ്ങൾ. ആ മൂന്ന് പേർക്കും ഒന്നാം സ്ഥാനത്ത് മതമാണ് മതം, അല്ലെങ്കിൽ അവരുടെ സംഘടന അതാണ് മതം, ദീന്. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ എന്ന് പറഞ്ഞ പോലെ സിദ്ദീഖുൽ അക്ബറിന്റെ മനസ്സ് നോക്ക് നിങ്ങൾ. എന്നെ ഖലീഫയായി ബയ്യത്ത് ചെയ്യാൻ ഒരു ദിവസം വിസമ്മതിച്ചവനെ ഞാൻ നേതാവാക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ദീനാണ് മുന്നിൽ. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖിന്റെ മനസ്സ് നോക്ക്. ഒരു ദിവസമെങ്കിലും ദീനിൽ അച്ചടക്കലെങ്കിലും കാണിച്ച ആളെ നേതാവാക്കാൻ പറ്റില്ല, അതും നല്ല മനസ്സാണ്. ബഹുമാനപ്പെട്ട ഖാലിദിന്റെ മനസ്സ് നോക്ക് നിങ്ങൾ. ഖലീഫ പറഞ്ഞു, ഞാൻ കേട്ടു, നേതാവാകാൻ പറഞ്ഞാൽ ആകും, ആകണ്ടെന്ന് പറഞ്ഞാൽ ആകൂല. വഴിതെറ്റിക്കാൻ വന്നവരോട് മറുപടി കൊടുത്തു, അതും മനസ്സൊന്നാണ്. എല്ലാവരുടെയും മനസ്സ് ദീന്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? മുസ്ലിം സമൂഹത്തിന് ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റുമോ? അവനവന്റെ കയ്യിലുള്ള പ്രസ്ഥാനം വലുതെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് ഖുർആൻ പറഞ്ഞ പോലെ വൈയക്തിക താല്പര്യത്തിന് വേണ്ടി ഗ്രൂപ്പും അതുപോലെ തന്നെ വിഭാഗീയതയും ഉണ്ടാക്കുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിന് ദീനാണ് വലുത്, സംഘടനയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? അതായിരുന്നു ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ പാഠം, അതായിരുന്നു ഖായിദെ മില്ലത്തിന്റെ പാഠം. വ്യക്തിജീവിത വിശുദ്ധിയിലൂടെ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തവർ അവരാണ്. അവർ ഈ സമൂഹത്തിന് കാഴ്ചവെച്ച ഒരു മാനദണ്ഡവും മാർഗരേഖയുമുണ്ട്. സത്യം മാത്രം സമൂഹത്തോട് പറഞ്ഞവർ, തിന്മയെ നന്മ കൊണ്ട് നേരിട്ടവർ, അതായിരുന്നു നമ്മുടെ സമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും. നിങ്ങൾ പഠിക്കണം. മഹാനായ ബാഫഖി തങ്ങൾ കൊയിലാണ്ടിയിൽ വീട്ടിലിരിക്കുമ്പോൾ മകൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. മകൻ ബാഫഖി തങ്ങളെ കണ്ടില്ല. അദ്ദേഹത്തിന്റെ സ്മരണയിൽ ബാഫഖി തങ്ങൾ എന്ത് ചെയ്തു? മകനോടൊന്നും പറഞ്ഞില്ല. കാരണം ബാഫഖി തങ്ങൾ സിഗരറ്റ് വലിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ ബാഫഖി തങ്ങൾ സിഗരറ്റ് വലി നിർത്തി. ബഹുമാനപ്പെട്ടവർ സിഗരറ്റ് വലി നിർത്തി. ഒരാഴ്ച കഴിഞ്ഞിട്ട് മോനെ വിളിച്ച, മോനെ സിഗരറ്റ് വലിക്കരുത്, വാപ്പ നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അതൊരു മനുഷ്യത്വമാണ്, നിങ്ങൾ ഓർക്കണം. സ്വന്തം പിതാവ് പോലും മകനോട് ഉപദേശിക്കുമ്പോൾ ആദ്യം അദ്ദേഹം തന്റെ ജീവിതത്തിൽ അത് പകർത്തി. വ്യക്തി ജീവിത വിശുദ്ധി ഉണ്ടെങ്കിലേ വേറുള്ളവർ പറഞ്ഞാൽ കേൾക്കൂ. ബാഫഖി തങ്ങൾ പ്രസംഗിച്ചിരുന്നു, നിങ്ങൾ ആദ്യം മുസ്ലിം ആകണം, പിന്നെ ലീഗാകണം. ബാഫഖി തങ്ങൾ യോഗത്തിൽ വന്നുകൊണ്ട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നപ്പോൾ സിന്ദാബാദ് വിളിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാഫഖി തങ്ങൾ സിന്ദാബാദ് എന്ന് വിളിക്കുന്നവർ എന്റെ നടപടിക്രമം ശരിയെന്ന രീതിയിലാണ് വിളിക്കുന്നത്. ഞാൻ മോശമായാൽ അവർ സിന്ദാബാദ് മൂർദാബാദ് വിളിക്കും, നമ്മുടെ അംഗീകാരം പോകും. അതുവഴി ഈ പ്രസ്ഥാനത്തോട് നമ്മൾ ദ്രോഹം ചെയ്യും. ഈ പ്രസ്ഥാനത്തോട് ദ്രോഹം ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രവർത്തനം ഒറ്റക്കെട്ടായിട്ടായിരിക്കണം, ഐക്യവും ഒരുമയുമായിരിക്കണം നമ്മുടെ മുഖമുദ്ര. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിച്ച സൂക്ഷ്മതയും പ്രവർത്തനവും. സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും കൗടുംബിക രംഗത്തും സൂക്ഷ്മത പാലിക്കണം. മദ്യപിച്ച് തമ്മാടിത്തം കാണിച്ച് സമൂഹം അപകടമുണ്ടാക്കരുത്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാന്യമായ നേതൃത്വമുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള പ്രതിഭാശാലികൾ, ഇയാമ സാഹിബിനെ പോലുള്ള അഖിലേന്ത്യാ നേതാക്കൾ, അവർ നയിക്കുന്ന ഒരു കൂട്ടായ്മ കേരളത്തിലെ മുസ്ലിംകൾക്കുള്ളത് കൊണ്ട് പ്രതിസന്ധികളിലും പ്രയാസത്തിലും ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായി. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, അടിച്ചമർത്തപ്പെട്ട പതിതാവസ്ഥയിൽ നിന്നും ഒരു സമൂഹത്തിന് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ അടിച്ചമർത്തുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിന് നമ്മുടെ കേരളത്തിലെ വിവിധ മത സംഘടനകളെയും പ്രവർത്തകരെയും പലരും വിലക്കെടുത്തു. ആ വിലക്കെടുത്തവർക്ക് വേണ്ടത് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആട്ടും തുപ്പും കിട്ടിയപ്പോൾ അവർ തിരിച്ചു ചിന്തിച്ചു.
അതുകൊണ്ട് അത്തരം ആളുകളോട് വിനയത്തിൽ എനിക്ക് പറയാനുള്ളത്, ആട്ടും തുപ്പും അങ്ങോട്ട് സൗകര്യം ചെടുത്തു കൊടുത്തുകൊണ്ട് വടി കൊടുത്ത് അടി വാങ്ങിയ ആളുകൾക്ക് പ്രകൃതി തിരിച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വവും സംരക്ഷിക്കണമോ, മതപരമായ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, മതപരമായ എന്ത് വീക്ഷണകോണുണ്ടെങ്കിലും ശരി, മുസ്ലിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ സമൂഹത്തിന് അണിനിരക്കാൻ പറ്റിയ ഒരു വേദി മുസ്ലിം ലീഗ് മാത്രമാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനിശ്ചയത്തിന്റെ നേതൃത്വം മാത്രമാണ്. നമ്മളൊന്നും ഇത് പ്രസംഗിക്കുന്നത് ഞാൻ വീണ്ടും പറയും, ഞാൻ പലപ്പോഴും പല വേദിയിലും പറഞ്ഞിട്ടുള്ളത് പോലെ പാർലമെന്ററി വ്യാമോഹമുള്ളത് കൊണ്ടല്ല, നമ്മുടെ ഒരു നഗരസഭയിലേക്കോ പഞ്ചായത്തിലേക്കോ മത്സരിക്കാൻ മോഹിച്ചുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യയിലെ 10 ജനകോടികൾക്ക് മധ്യ കേരളത്തിലെ മുസ്ലിമീങ്ങളെ കൈപിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന് മതം പഠിക്കാനും മതസ്ഥാപനം നടത്താനും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ദീൻ അവർക്കുണ്ടാക്കി കൊടുത്ത്, ദുന്യാവർക്കുണ്ടാക്കി കൊടുത്ത്, ഇഹപര വിജയത്തിന് വേണ്ടി റബ്ബന അതിനാ ഫിദ് ദുനിയാ ഹസന എന്ന് പ്രാർത്ഥിക്കുന്ന മുസ്ലിമിന് ഇവിടെ സുരക്ഷിതത്വവും മതം പഠിച്ച് പരലോകബോധവും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഖായിദെ മില്ലത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലാതെ കേരളമോ ഇന്ത്യയോ കണ്ട ഒരു പാർട്ടിയുമില്ലെന്ന് പറയാൻ എന്തിനാ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? ഈ സമൂഹത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന, ഖിറാഅത്ത് കൊണ്ട് തുടങ്ങുന്ന, മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കുന്ന, അതിനുവേണ്ടി ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിയും നേതാവുമുള്ളൊരവസ്ഥ, അതാണ് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയം. അതിനപ്പുറത്തേക്ക് മുസ്ലിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചടയനെ വളർത്തിയ, രാമമാഷ PSC മെമ്പറാക്കിയ, ഹരിജനങ്ങളോട് കരുണ കാണിച്ച, പിന്നോക്ക വർഗത്തിന് സ്നേഹം പകർന്നു കൊടുത്ത വ്യക്തിബന്ധത്തിലൂടെ കേരളത്തിന്റെ മതസൗഹൃദം കാത്തുരക്ഷിച്ച ഒരു മഹനീയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. മതസൗഹാർദ്ദം ഇത്രമാത്രം ഇവിടെ നിലനിൽക്കാൻ കാരണം മുസ്ലിം ലീഗിന്റെ സാന്നിധ്യമാണ്, മതപണ്ഡിതന്മാരുടെ സാന്നിധ്യമാണ്. അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതൊക്കെ ഇവിടെ സംവിധാനിച്ചു കൊടുത്തത് ഈ രാഷ്ട്രീയ സംവിധാനമാണ്. ആ രാഷ്ട്രീയ സംവിധാനത്തെ എതിർത്തവരൊക്കെ ചരിത്രത്തിൽ വലിയ തിരുത്തലുകൾക്ക് പിന്നീട് വിധേയമായിട്ടുണ്ട്. ഇതിനെതിരെ സമാന്തരമായി വന്നവരൊക്കെ തിരിച്ചു ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തകളൊക്കെ കേരളത്തിന്റെ ഭൂമികയിൽ കണ്ടവരും കേട്ടവരും പഠിച്ചവരുമാണ്. നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്ക്. ഗുജറാത്ത് ആവർത്തിക്കാതിരിക്കാൻ, വർഗീയ കലാപമില്ലാതിരിക്കാൻ, നിങ്ങൾ കാണിക്കുന്ന ഈ സൗഹൃദം നിലനിൽക്കാൻ, നമ്മളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ തിരിച്ചറിയാനുള്ള കണ്ണുകൾ നമുക്ക് വേണം. അള്ളാഹു തന്ന കണ്ടുകൊണ്ടും ആന്തരിക കണ്ടുകൊണ്ടും ബുദ്ധിയും കണ്ണും ഉപയോഗിച്ച് ചിന്തിച്ച് പഠിച്ച് കണ്ടറിഞ്ഞുകൊണ്ട് ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ സ്ഥാനം നേടുവാനും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ യുവാക്കളിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് കഴിയണം. യുവ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് മദ്യശകം വാങ്ങിവെച്ച് അവന്റെ കയ്യിൽ നിന്ന് വൃത്തികെട്ട ചിന്തകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവനെ ദീനീ ദഴവത്തിലേക്ക് വഴി നടത്തുവാൻ, നിസ്കരിച്ച് നോമ്പ് നോറ്റി ഇസ്ലാമിയത്ത് കാത്തു സൂക്ഷിച്ച് അവന്റെ മതമനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുത്തുകൊണ്ട് ഖായിദെ മില്ലത്തിന്റെയും ബാഫഖിത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും MK ഹാജിയെ പോലുള്ള നേതാക്കളുടെയും ഒക്കെ മാർഗത്തിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ചെറുപ്പക്കാരെ വഴി നടത്തുവാൻ നിങ്ങൾക്ക് എന്ന് സാധിക്കുന്നുവോ, ശത്രു നമ്മുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കും. അധികാരം നമ്മുടെ മുമ്പിൽ വിരിക്കപ്പെടും. അധികാരം മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് സഞ്ചാര മാർഗത്തിലെ എത്തിപ്പെടുന്ന ഒരു മേഖലയാണ്. നമുക്കതും ആവശ്യമാണ്. അതിനുവേണ്ടി ആരാന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്നവരാകണം. മലപ്പുറത്ത് മെഡിക്കൽ കോളേജ് വന്നതും എഞ്ചിനീയറിംഗ് കോളേജ് വന്നതും നിങ്ങൾ ഈ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതും നമ്മുടെ രാഷ്ട്രീയ അസ്തിത്വമാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിമില്ലാത്ത ഈ അസ്തിത്വം കാത്തു സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. നമ്മുടെ ഈ അന്തസ്സാർന്ന പാരമ്പര്യം തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവന് ഒരിക്കലും ചൂട്ടുപിടിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ആരും പോകരുത് എന്ന് മാത്രം അഭ്യർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും ഈ ഗൗരവതരമായ സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ കൂട്ടായ്മയെ വിജയിപ്പിക്കുമാറാവട്ടെ. ഈ തിരിച്ചറിവ് നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു നൽകുമാറാവട്ടെ എന്ന ഹൃദയ നിർഭരമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ ലഘുപ്രഭാഷണത്തിന് അന്ത്യം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.